ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെപ്കോ LDC, കമ്പനി ബോർഡ് LGS, ഇനി വരുന്ന 10th പ്രിലിംസ് ആയിക്കോട്ടെ, BFO ആയിക്കോട്ടെ, CU ആയിക്കോട്ടെ, വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഒരുപോലെ എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ചാനലിലൂടെ ഇതുവരെയും ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു അടുത്ത സ്റ്റെപ്പ് അല്ലെ, നമ്മുടെ SCRT കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഓൾഡ് SCRT പഠിക്കണം, ന്യൂ SCRT പഠിക്കണം. നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ലൈവ് സെഷൻ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓർഡറിൽ തന്നെ നമ്മൾ ടെലഗ്രാമിൽ ക്ലാസ് നമ്പർ ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സെഷൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 2 ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോയിന്റും ഓരോ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത്രത്തോളം ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. നമുക്ക് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കിടക്കാം. ചാപ്റ്ററിന്റെ പേര് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഓക്കെ, 9ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോളം തന്നിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് വായിക്കാം. വൈക്കം ബോട്ടുജെട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം ഞാനും തിക്കിത്തിരക്കി ജനക്കൂട്ടത്തിന്റെ മുന്നിലെത്തി. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടു. ആയിരം കണ്ഠങ്ങളിൽ നിന്ന് ആ ശബ്ദം ഉയർന്നു, കടലിരമ്പുന്നത് മാതിരി മഹാത്മാഗാന്ധി കീ ജയ്. അർദ്ധനഗ്നനായ ഫക്കീർ പല്ല് പോയ മോണ കാട്ടി ചിരിച്ചു. അപ്പോൾ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് കിട്ടും അല്ലെ. അർദ്ധനഗ്നനായ ഫക്കീർ പല്ല് പോയ മോണ കാട്ടി ചിരിച്ചു. തൊഴുകയോടെ കരക്കിറങ്ങി തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹ ആശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി. വല്ലാത്ത ആരവം. ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം, ലോകവന്ദ്യനായ മഹാത്മാവിനെ ഒന്ന് തൊടണം. ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകുമെന്ന് എനിക്ക് തോന്നി. ആരെങ്കിലും കണ്ടാലോ? എനിക്ക് ദയവും ഭയവും പരിഭ്രമവും ഉണ്ടായി. എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു. വീഴാൻ പോയതിനാൽ കൈത്തണ്ടിൽ പിടിച്ചു. ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ട്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവ കഥയിൽ നിന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഓർമ്മക്കുറിപ്പ് ആരുടെ കൃതിയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ്. അമ്മ എന്ന് പറയുന്ന അനുഭവ കഥയിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കുക, ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദ ദേശീയതയുടെയും തീവ്ര ദേശീയതയുടെയും കാലഘട്ടം നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു മിതവാദം, അതുപോലെ തന്നെ തീവ്ര ദേശീയ കാലഘട്ടം പഠിച്ചു. ഗാന്ധിജിയുടെ വരവോടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ 3ാമത്തെ ഘട്ടം ആരംഭിച്ചു. ഗാന്ധിജിയുടെ വരവോടെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ 3ാമത്തെ ഘട്ടം ആരംഭിക്കുന്നത്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം നമ്മൾ പഠിച്ചു, തീവ്ര ദേശീയതയുടെ കാലഘട്ടം നമ്മൾ പഠിച്ചു. ഇനിയാണ് ഗാന്ധിജിയുടെ വരവോടെയാണ് അടുത്ത കാലഘട്ടം. ഏതാണ്? ഗാന്ധിയൻ കാലഘട്ടം. നമ്മൾ 3 കാലഘട്ടമായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതില് മിതവാദ ദേശീയതയുടെ കാലഘട്ടം പഠിച്ചു, തീവ്ര ദേശീയതയുടെ കാലഘട്ടം പഠിച്ചു. ഗാന്ധിജിയുടെ വരവോടെയാണ് 3ാമത്തെ ഘട്ടം ആരംഭിക്കുന്നത്. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം. ഇനി ഗാന്ധിയുടെ ആഗമനത്തെ കുറിച്ചാണ് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിനു ശേഷം 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോഴാണ്? 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്.
ഓക്കെ, ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തുടനീളം യാത്ര ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തുടനീളം യാത്ര ചെയ്തു. ലളിതമായ ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി. സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരോട് സംവദിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു സമരരീതി രൂപപ്പെടുത്തി. ഓക്കെ, അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു പുതിയ സമരരീതി ഗാന്ധിജി രൂപപ്പെടുത്തി. ആശയപ്രചരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. അപ്പോൾ സബർമതി ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. എവിടെയാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഓക്കെ, ഒരു ഓർഡർ ആയിട്ട് ഒരു സ്റ്റോറി പോലെ നമ്മളിപ്പോൾ ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. അപ്പോൾ അതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പോ എങ്ങനെ ആയിക്കോട്ടെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഗാന്ധിയൻ കാലഘട്ടം തുടങ്ങിയല്ലേ. അപ്പോൾ ഗാന്ധിയുടെ ആഗമനത്തോടു കൂടിയാണ്. എപ്പോഴാണ് ഗാന്ധിജി ഇന്ത്യയിലെത്തിയത്? 1915 ജനുവരി 9 നമ്മൾ പറഞ്ഞു. ലളിതമായ ജീവിത രീതിയിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും എല്ലാം ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയ സമരരീതി രൂപപ്പെടുത്തി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം എന്ത് ചെയ്തു? സബർമതി ആശ്രമം സ്ഥാപിച്ചു. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ സബർമതി ആശ്രമം ആരാണ് സ്ഥാപിച്ചത് എന്നുള്ള കാര്യവും ഗാന്ധിജി ഇന്ത്യയിലെത്തിയ കാലഘട്ടവും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു കോളം തന്നിട്ടുണ്ട്, നോക്കുക. സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. സത്യാഗ്രഹത്തിന്റെ അർത്ഥം എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു, എന്നാൽ തിന്മ ചെയ്യുന്ന ആളിനെ വെറുക്കുന്നില്ല. തിന്മ ചെയ്യുന്നവന്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യാഗ്രഹി വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ സത്യാഗ്രഹം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യകാല സമരങ്ങൾ എന്ന് പറയുമ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഓക്കെ, വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടമുടമകളായിട്ടുള്ള വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. ഇങ്ങനെയും ചോദിക്കാറുണ്ട്. എങ്ങനെ? ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരായി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. അല്ലെങ്കിൽ ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? 1917. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ. അതിന്റെ ഫലമായി അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം നടത്തി അല്ലെ, നീലം കർഷകരെ തോട്ടമുടമകളായിട്ടുള്ള വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരായിട്ട് ചമ്പാരൻ സത്യാഗ്രഹം 1917 നടന്നു. അതിന്റെ ഫലമായി കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വെള്ളക്കാർ നിർബന്ധിതരായി. 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചു. അപ്പൊ ആദ്യത്തെ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. അടുത്തത് 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചത്. ഓക്കെ, അപ്പൊ അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918. ഓക്കെ, 17 ചമ്പാരൻ സത്യാഗ്രഹം, 18 തുണിമിൽ സമരം. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഇത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? 1918 ഗാന്ധിജി നടത്തിയ അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. ഓക്കെ, അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം.
അതേ വർഷം 1918 തന്നെ ഗുജറാത്തിലെ ഖേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ ഖേഡയിലെ നികുതി നിഷേധ സമരം നടന്ന വർഷവും ഏതു തന്നെയാണ്? 1918 തന്നെയാണ്. അപ്പോൾ 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്തിനാണ്? നീലം കർഷകരുടെ കാര്യം അല്ലെ. ദെൻ 1918 അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടക്കുന്നു. അതേ വർഷം 1918 ഖേഡയിൽ, ഗുജറാത്തിലെ ഖേഡയിൽ നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 സമരങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്ഥിരം ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി പൗരാവകാശത്തിനു വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ പത്രത്തിൻ്റെ കട്ടിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. നോക്കുക. ജനക്കൂട്ടത്തെ യന്ത്ര തോക്കുകൊണ്ട് വെടിവെക്കുക, അറസ്റ്റ് ചെയ്ത ജനങ്ങളെ മുട്ടിലിഴയ്ക്കുക, ഇന്ത്യക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക, ജനങ്ങളെ ജോഡികളാക്കി കൈവിലങ്ങണിയിച്ച് പൊതുനിരത്തിൽ നിർത്തുക, വഴിയാത്രക്കാരെ മുക്കാലിയിൽ കെട്ടിയടിക്കുക, സ്വത്തുകൾ പിടിച്ചെടുക്കുക, സ്കൂളിലെ ഏറ്റവും വലിയ കുട്ടികളെ മറ്റു കുട്ടികളെക്കാൾ വലിപ്പമുണ്ടെന്ന കാരണത്താൽ ചാട്ടവാറടിക്കുക, ഇന്ത്യക്കാരുടെ വീടുകളിൽ പങ്കുകൾ അഴിച്ചുമാറ്റി വെള്ളക്കാർക്ക് നൽകുക, ആളുകളെ കൈവിലങ്ങണിയിച്ച് ഒന്നിച്ചു കയറുകെട്ടി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഒരു കൊളാഷ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് സ്വീകരിച്ച മനുഷ്യത്വരഹിത നടപടികളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ഏത് രീതിയിലൊക്കെയാണ് പെരുമാറിയത് എന്നുള്ളതാണ് ഈ കൊളാഷിലൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്ന് വായിച്ചു നോക്കുക. ജനക്കൂട്ടത്തെ യന്ത്ര തോക്കുകൊണ്ട് വെടിവെക്കുക, അറസ്റ്റ് ചെയ്ത ജനങ്ങളെ മുട്ടിലിഴയ്ക്കുക, സ്വത്തുകൾ പിടിച്ചെടുക്കുക, ഇന്ത്യക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക, വഴിയാത്രക്കാരെ മുക്കാലിയിൽ കെട്ടി അടിക്കുക, ഇന്ത്യക്കാരുടെ വീടുകളിലെ പങ്കുകൾ അഴിച്ചുമാറ്റി വെള്ളക്കാർക്ക് നൽകുക. അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യത്വരഹിത നടപടികളാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് സ്വീകരിച്ചത്. ഇനി ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി. ബ്രിട്ടീഷ് ഭരണാധികാരികൾ എന്തു ചെയ്തു? ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി. അവയിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒന്നായിരുന്നു റൗലത്ത് നിയമം. ഓക്കെ, അപ്പോൾ റൗലത്ത് നിയമം ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ കൊണ്ടുവന്ന ഒരു കരി നിയമമാണ് റൗലത്ത് നിയമം എന്ന് പറയുന്നത്. ഈ നിയമം ബ്രിട്ടീഷ് സർക്കാരിന് എന്തൊക്കെ അധികാരങ്ങളാണ് നൽകിയിരുന്നത്? നോക്കുക. റൗലത്ത് നിയമം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയിട്ടുള്ള അധികാരങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൽ വരാത്തത് ഏത് എന്നൊക്കെ നമുക്ക് ചോദ്യം വരാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട്. അപ്പോൾ നോക്കുക, ഏതൊക്കെയാണ് റൗലത്ത് നിയമത്തിന്റെ കീഴിൽ വരുന്ന ബ്രിട്ടീഷ് സർക്കാരിനുള്ള അധികാരങ്ങൾ? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ നിയമത്തിനെതിരെ ജനങ്ങൾ എന്ത് ചെയ്തു? പ്രക്ഷോഭം ആരംഭിച്ചു. ഓക്കെ, റൗലത്ത് നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. ഓക്കെ, പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പോൾ കരിദിനം ആചരിച്ചത് എന്നാണ്? 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാനായിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. അത്ഭുതപൂർവമായിട്ടുള്ള പ്രതികരണമാണ് ഈ ആഹ്വാനത്തിന് ലഭിച്ചത്. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി.
ഓക്കെ, അപ്പോൾ പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ സത്യപാൽ അതുപോലെ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാല ബാഗിൽ എന്ത് ചെയ്തു? ജനങ്ങൾ ഒത്തുകൂടി. 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. നിരായുധരായ ജനങ്ങൾക്കു നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റു മരിച്ചു. മുറിവേറ്റവർ അതിലേറെയായിരുന്നു. ശവശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 1919 ഏപ്രിൽ 16-നാണ് കരിദിനം ആചരിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ പഞ്ചാബിലെ എന്താണ് ജാലിയൻ വാലാബാഗിൽ വെച്ചിട്ട് നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകി. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അനുബന്ധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന പദവി തിരിച്ചു നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക, ചോദിക്കുന്നതാണ്. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ സംബന്ധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ്. കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ധീരനായ ഉദ്ധം സിംഗിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആരാണ് ഉദ്ധം സിംഗ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്നു ആര്? ബാലനായിട്ടുള്ള ഉദ്ധം സിംഗ്. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വർഷങ്ങൾക്കു ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു. 1940 ജൂലൈ 31-ന് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയപ്പോൾ ഉദ്ധം സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള ദൃക്സാക്ഷിയായിരുന്നു ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ബാലൻ. അപ്പോൾ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയർ, അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മൈക്കിൾ ഒ ഡയർ ആണ്. അപ്പോൾ മൈക്കിൾ ഒ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ്? ഉദ്ധം സിംഗ് ഇംഗ്ലണ്ടിൽ ചെന്ന് വധിക്കുകയാണ്. അതിനുശേഷം 1940 ജൂലൈ 31-നാണ് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കഴിഞ്ഞു. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ, അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഖലീഫ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ. ഓക്കെ, അപ്പോൾ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആരാണ്? ഖലീഫയാണ്. 1-ാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്? യുദ്ധത്തിൽ 1-ാം ലോക യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളാണ് മൗലാന ഷൗക്കത്ത് അലി. ആരൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളാണ് മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. അപ്പോൾ ഇവർ അലി സഹോദരന്മാരാണ്. അലി സഹോദരന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആരൊക്കെയാണ്? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. റൗലത്ത് നിയമം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാനായിട്ട് എന്ത് സഹായിച്ചു? ഖിലാഫത്ത് പ്രസ്ഥാനം സഹായിക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. അപ്പോൾ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? ഗാന്ധിജി.
1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. അപ്പോൾ ഖിലാഫത്ത് ദിനം എന്നാണ്? 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഓക്കെ, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. അപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വന്നൊരു ഏരിയ ആണ് അല്ലേ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. ഓക്കെ, ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. അപ്പോൾ നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 കൽക്കത്ത സമ്മേളനമാണ്. ഓക്കെ, 1920 കൽക്കത്ത സമ്മേളനമാണ് എന്തിന്? നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം എഴുതി. എന്താണ് എഴുതിയത്? ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഓക്കെ, അപ്പം നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ട് ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്താണ് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നാണ് അതിൽ എഴുതിയത്. അപ്പോൾ നിസ്സഹകരണ സമരം 2 തരം കർമ്മപരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. ഓക്കെ, നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് 2 തരം കർമ്മപരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു. ഒന്ന് എന്താണ്? ബഹിഷ്കരണ പ്രവർത്തനങ്ങളും, 2 ക്രിയാത്മക പ്രവർത്തനങ്ങളും. അപ്പോൾ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. എല്ലാം ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? വിദേശ വസ്ത്ര ബഹിഷ്കരണം, കോടതി ബഹിഷ്കരണം, പദവികൾ ഉദ്യോഗങ്ങൾ എന്നിവ ഉപേക്ഷിക്കൽ, നികുതി നിഷേധം, ഇതെല്ലാമാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ വരുന്നത്. ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ വരുന്ന എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഓക്കെ, അപ്പം നിസ്സഹകരണ സമരത്തിന്റെ 2 തരം കർമ്മ പരിപാടികളിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നിസ്സഹകരണ സമരം കംപ്ലീറ്റ് ആയി. ഇനി മലബാർ കലാപമാണ്. അപ്പോൾ മലബാർ കലാപം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു 1921 മലബാർ കലാപം. അപ്പോൾ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1921 മലബാർ കലാപം നടക്കുന്നത്. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ കലാപമാണ് 1921 മലബാർ കലാപം. കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു. അപ്പോൾ മലബാറിലെ കർഷകർ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയിട്ടുള്ള ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് ആരനുഭവിച്ചു? മലബാറിലെ കർഷകർ നേരിട്ടു. ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി. ഈ സമയത്താണ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജന്മിമാര് കർഷകരെ ദ്രോഹിക്കുന്നതിന് ആര് പിന്തുണച്ചു? ബ്രിട്ടീഷുകാർ പിന്തുണയ്ക്കുകയും ഈ സമയത്താണ് നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും എല്ലാം സജീവമാകുന്നത്. ഗാന്ധിജി എന്ത് ചെയ്യാണ്? മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിക്കുകയാണ്. ഓക്കെ, മൗലാന ഷൗക്കത്ത് അലി ആരാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളിൽ ഒരാളാണ് അല്ലേ? അലി സഹോദരന്മാരിൽ ഒരാളാണ്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. കർഷകരിൽ അധികവും ആരായിരുന്നു? മാപ്പിളമാർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആയിരുന്നു. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു. ഓക്കെ, അപ്പം എന്താണ് സംഭവിച്ചത്?
അതായത് മുസ്ലിങ്ങളാണ് കൂടുതലായിട്ട് ഈ മലബാർ കലാപത്തിൽ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് എന്ത് ചെയ്തു? കർഷകർക്കിടയിൽ രൂക്ഷമായി നിലനിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദ്, അയാളെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഖിലാഫത്ത് നേതാവായിട്ടുള്ള ആലി മുസ്ലിയാരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു. ഇതോടെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. എവിടേക്കാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പം മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ആലി മുസ്ലിയാർ, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരാണ്. അവരെ ബ്രിട്ടീഷുകാർ വധിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഒരു പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേര് നമ്മൾ പഠിച്ചില്ല. അപ്പോൾ പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. അത് നമ്മളവിടെ ഓർത്തിരിക്കണം. അടുത്തത് വാഗൺ കൂട്ടക്കൊലയാണ്. വാഗൺ കൂട്ടക്കൊല എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് നോക്കാം. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ നമ്മൾ പറഞ്ഞു മലബാർ കലാപത്തിൽ കുറെ പേരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം ആളുകളെ എന്ത് ചെയ്തു? തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ അല്ലെങ്കിൽ ഒരു ചരക്ക് തീവണ്ടിയിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് കൊണ്ടുപോയി. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണനു വേണ്ടി പിടഞ്ഞു. ഓക്കെ, കാറ്റൊന്നും കടക്കാതെ ഉള്ള തീവണ്ടിയാണ്. അപ്പോൾ അവർ പ്രാണന് വേണ്ടി പിടഞ്ഞു. മരണവെപ്രാളത്തിൽ അന്യോന്യം മാന്തിപ്പറിക്കുവാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത പോത്തന്നൂരിൽ എത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ വാഗൺ കൂട്ടക്കൊല നടന്നത് 1921 നവംബർ 10 എന്താണ് സംഭവം? മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ എന്ത് ചെയ്തു? കുത്തി നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ വായു കടക്കാത്ത വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? മരണവെപ്രാളം ഉണ്ടായി. അവർ അന്യോന്യം മാന്തി പറിക്കാനൊക്കെ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് തുറന്നു നോക്കുമ്പോൾ 72 പേരോളം മരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി. അപ്പോൾ വാഗൺ കൂട്ടക്കൊല എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ചിത്രങ്ങളും സംഭവങ്ങളും പ്രധാനപ്പെട്ട വിവരങ്ങളും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കോളം നമ്മൾ പഠിച്ചത് തന്നെയാണ് അല്ലേ. അപ്പം അതൊന്ന് ഫില്ല് ചെയ്യാം. അടുത്തത് ചൗരി ചൗര സംഭവമാണ്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ 1922 കർഷകർ സംഘടിച്ചു. എവിടെയാണ്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ 1922 കേട്ടോ, വർഷം ഓർത്തിരിക്കുക. 1922 കർഷകർ സംഘടിച്ചു. 3000-ലധികം വരുന്ന നിരായുധരായിട്ടുള്ള കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. കോപാകുലരായിട്ടുള്ള ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിക്കാനായിട്ട് ഉണ്ടായ സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചൗരി ചൗര സംഭവമാണ്. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ എന്ത് ചെയ്തു? 1922 കർഷകർ സംഘടിച്ചു. അപ്പോൾ ഈ കർഷകർ എന്ന് പറയുമ്പോൾ ഒരു 3000-ലധികം കർഷകർ ഉണ്ടാവും. അവരെങ്ങനെയായിരുന്നു? നിരായുധരായിരുന്നു, ആയുധമൊന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കർഷകരുടെ ജാഥയ്ക്ക് നേരെ എന്ത് ചെയ്തു? പോലീസ് വെടിവെച്ചു.
അപ്പോൾ ജനക്കൂട്ടം എന്ത് ചെയ്യും? പോലീസ് വെടിവെച്ചപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ദേഷ്യം വന്നു. അവരെന്ത് ചെയ്തു? സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. ഓക്കെ, തീയിട്ടു. അങ്ങനെ ആ തീയിട്ടതിൽ 22 പോലീസുകാർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അപ്പോൾ അഹിംസയ്ക്കെതിരാണല്ലോ ഈ കൊലപാതകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പോലീസുകാർ കൊല്ലപ്പെട്ടതോട് കൂടിയിട്ട് ഇത് അഹിംസാ സമരതത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹകരണ സമരം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. അപ്പം ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്താനായിട്ട് ഇടയാക്കിയ സംഭവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചൗരി ചൗര സംഭവമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും വേദിയായി ദേശീയ പ്രസ്ഥാനം മാറി. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശമില്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് 1924 വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1924 എന്ത് നടക്കുന്നത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ കാരണം എന്താണ്? വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ ആർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ല? അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു. അപ്പോൾ ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വർഷം 1924. ഇതിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ, സ്ഥിരം PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അപ്പം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് സവർണ ജാഥ നടക്കുന്നത്. പൊതു ഇടങ്ങളിലെ അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത്. സമരത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലെ, ഗാന്ധിജി വൈക്കത്ത് എത്തിയ കാര്യം. അപ്പോൾ ഇത്രയാണ് വൈക്കം സത്യാഗ്രഹം. വർഷം 1924. അവർണ ജാതിക്കാർക്കും എല്ലാ ജാതിക്കാർക്കും വഴിയിലൂടെ, വൈക്കം ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ നടക്കാനായിട്ടുള്ള അവകാശം വേണം എന്നതിനെ ചൊല്ലി തുടർന്ന് ഉണ്ടായ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇനി സവർണ ജാഥ എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്, നോക്കുക. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ച വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതു ലക്ഷ്മിഭായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. ഓക്കെ, അപ്പോൾ സവർണ ജാഥ എന്താണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് തൂക്കുകയറിനെ ഭയക്കാത്തവർ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങളും നടന്നിട്ടുണ്ട്. ഗാന്ധിയൻ സമരമുറകൾ എന്ന് പറയുമ്പോൾ അഹിംസയാണ് അല്ലേ. അപ്പോൾ അതിന് സമാന്തരമായി തന്നെ നിരവധി സായുധ സമരങ്ങൾ, സായുധം എന്ന് പറയുമ്പോൾ ആയുധത്തോടു കൂടിയിട്ടുള്ള സായുധ സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു. അത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരാണ് ആരൊക്കെയാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് മുതലായവർ. ഇവർ രൂപീകരിച്ച സംഘടനകളായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ. യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. അപ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് മുതലായവരാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു നുള്ള ഉപ്പ് ഒരു സാമ്രാജ്യത്തെ ഉലയ്ക്കുന്നു. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കുക. 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ 1929 ലാഹോർ സമ്മേളനത്തിൽ വച്ചിട്ടാണ് നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാനായിട്ട് ഗാന്ധിജി തീരുമാനിക്കുന്നത്. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണ്? ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നയങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഉപ്പ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. ഓക്കെ, ഉപ്പ് ഉണ്ടാക്കാനായിട്ട് ഇന്ത്യക്കാർ എന്ത് ചെയ്യണം? നികുതി നൽകണം.
ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിപ്പിച്ചു. ഉപ്പുണ്ടാക്കണമെങ്കിൽ നികുതി കൊടുക്കണം, ആ നികുതി എന്ത് ചെയ്തു, അത് ഇരട്ടിയാക്കി. അപ്പോൾ ജനരോഷം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ഈ ഉപ്പു നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു, എന്താണ്, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്, ഗാന്ധിജിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് ഗാന്ധിജി പറഞ്ഞു. 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘന സമരത്തിന്റെ പ്രതീകമായി മാറി. ഇപ്പൊ 1930 ഉപ്പ് സത്യാഗ്രഹം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ദണ്ഡി യാത്രയിലെ മലയാളികൾ, ഇവിടെ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ. ഇതിൽ നമുക്ക് താഴെ തന്നിട്ടുള്ളവയിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികളിൽ പെടാത്തത് ആരാണ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ആരൊക്കെയാണ്, സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ്. ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ നിരവധി വനിതകളും സമരരംഗത്ത് സജീവമായിരുന്നു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും. ഓക്കെ, കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയുമാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവർ. ഓക്കെ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ പയ്യന്നൂരും കോഴിക്കോടും, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പു നിയമ ലംഘനം നടന്നത്. അപ്പോൾ ഉപ്പു നിയമ ലംഘനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കോഴിക്കോട് കടപ്പുറത്ത് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ള എന്നിവരാണ്. ഓക്കെ, മുഹമ്മദ് അബ്ദുറഹിമാൻ, പി കൃഷ്ണപിള്ള എന്നിവരാണ് കോഴിക്കോട് നേതൃത്വം നൽകിയത്. എന്നിവർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. ഉപ്പു സത്യാഗ്രഹം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യ സമരാഗ്നി ആളിക്കത്തിച്ചു. അപ്പോൾ വർഷം ഓർത്തിരിക്കുക. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കോഴിക്കോട് ആരാണ് നേതൃത്വം നൽകിയത്? കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയുമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിയൻ ആശയമായ സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം, ആരാധന, സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി. കേരളത്തിൽ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മ പരിപാടികളിൽ ഒന്നായിരുന്നു. അപ്പോൾ ഗാന്ധിയൻ ആശയമായിട്ടുള്ള സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടുകൂടി അയിത്തോച്ചാടനം, ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി.
ഇവിടെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റായിരുന്ന സാമൂതിരി നിരസിച്ചു. അതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. പി കൃഷ്ണപിള്ള, കെ ഗോപാലൻ എന്നിവരും ഇതിന് നേതൃത്വം നൽകി. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നിരാഹാര സമരം ഇരുന്നത് ആരാണ്? കേളപ്പനാണ്. പി കൃഷ്ണപിള്ള, കെ ഗോപാലൻ എന്നിവരും ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ കാരണമായി. ഓക്കെ, അപ്പോൾ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് മനസ്സിലായി. അടുത്തത് അംബേദ്കറും പൂന സന്ധിയും. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനാണ് ഡോക്ടർ BR അംബേദ്കർ. അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ സാധ്യമാകുമെന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു. ഇതിനായി അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അയിത്ത ജാതിക്കാരുടെ സാമൂഹ്യ അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്തു. ഓക്കെ, അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്തു. അധസ്ഥിതർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ ഇത് കാരണമാകും എന്നതുകൊണ്ട് അവരെ പ്രത്യേക രാഷ്ട്രീയ വിഭാഗമായി പരിഗണിക്കുന്നതിനെ ഗാന്ധിജി എതിർത്തു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയത്തിനെതിരെ ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ചു. ഇതാണ് പൂന സന്ധി എന്നറിയപ്പെടുന്നത്. 1932 പൂന സന്ധി നടക്കുന്നത്. അപ്പോൾ 1932 ആ വർഷം ഓർത്തിരിക്കുക കേട്ടോ. ഇനി വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് നോക്കാം. അപ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് 1930, 31, 32 എന്നീ വർഷങ്ങളിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അംബേദ്കർ പങ്കെടുത്തു. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? BR അംബേദ്കർ ആണ്. ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് അംബേദ്കർ ആണ്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാണ്? ഗാന്ധിജി. അല്ലെങ്കിൽ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനമാണ്. ഓക്കെ, അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, ബ്രിട്ടീഷ് ഭരണത്തിനായിട്ട് ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. അപ്പോൾ 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നത്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഗാന്ധിജി തന്റെ പ്രസംഗത്തിൽ ഇപ്രകാരം ആഹ്വാനം ചെയ്തു. എന്താണ്? സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട. ഇതാ ഒരു മന്ത്രം, കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത്. അപ്പോൾ ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത് എവിടെയാണ്? പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ജയിൽവാസത്തിനിടയിൽ 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി മരിച്ചു. അപ്പോൾ കസ്തൂർബ ഗാന്ധി മരിച്ചത് 1944 ഫെബ്രുവരി 22
ജയിൽ വളപ്പിൽ തന്നെ ശവസംസ്കാരം നടത്തി. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. അരുണ അസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ അസഫ് അലിയാണ്. ഓക്കെ. നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാടൊട്ടുക്കും പ്രകടനങ്ങൾ, ഹർത്താലുകൾ, കരിദിനം മുതലായവ നടന്നു. പ്രതിഷേധം ക്രമേണ കലാപങ്ങളായി മാറി. റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിച്ചു, തീവണ്ടികൾ കത്തിച്ചു, സർക്കാർ ഓഫീസുകൾ ചുട്ടുചാമ്പലാക്കി, വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാക്കി, തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി, വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിക്രൂരമായി സമരത്തെ അമർച്ച ചെയ്തു. 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. അപ്പോൾ 1942 ഓഗസ്റ്റ് 9 കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ആരൊക്കെയാണ്? MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നു. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഓഗസ്റ്റ് 9. അപ്പോൾ ഇത്രയോ ആണ് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഒരു വർഷം കൊടുത്തിട്ടുണ്ട്. സംഭവങ്ങളും വർഷങ്ങളും കറക്റ്റായിട്ട് എഴുതാനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങളതൊന്ന് ജസ്റ്റ് എഴുതി പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് സുഭാഷ് ചന്ദ്ര ബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നുമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ വിശ്വാസം. ഓക്കെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല, പകരം അത് നമ്മൾ പോരാടി നേടേണ്ടതാണ് എന്നുള്ളതാണ് സുഭാഷ് ചന്ദ്രബോസ് വിശ്വസിച്ചിരുന്നത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനത്തിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അപ്പോൾ നിങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം തരൂ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ, അപ്പം ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. അപ്പോൾ റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുന്നത്. അതിൻ്റെ നേതൃത്വം ആരെ ഏറ്റെടുത്തു? സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ഇന്ത്യയുടെ മോചനമായിരുന്നു INAയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ മോചനമായിരുന്നു. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞു. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് എന്തു പറഞ്ഞു? ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവെ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു. ഈ ജസ്റ്റ് ഈ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതാണ്. ഇനി ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ്, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഗാന്ധിജിയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. അപ്പോൾ ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. ഓക്കെ, അടുത്തത് INAയും മലയാളികളും. INAയുടെ വനിതാ വിഭാഗം നേതാവായിരുന്നു മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. അപ്പോൾ INAയുടെ മലയാളി നേതാവ് ആരാണ്? മലയാളി നേതാവാണ്. വനിതാ വിഭാഗം മലയാളി നേതാവാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ ആരാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ 26ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു. തൂക്കിലേറ്റുന്നതിന് മുമ്പുള്ള രാത്രിയിൽ അദ്ദേഹം വീട്ടിലേക്ക് അയച്ച കത്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണ് ആ കത്തിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയും. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിരിക്കും എൻ്റെ എളിയ മരണം.
ഇന്ന് രാത്രി 12 മണി അടിക്കാൻ പോകുമ്പോൾ എൻ്റെ മരണദിനത്തിൻ്റെ ആരംഭ നിമിഷം കാണിക്കുന്ന അടയാള ശബ്ദം സൂചിപ്പിക്കുവാൻ പോകുന്നു. അതെ, റംലാൻ മാസത്തിലെ 7-ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 5 മണിക്കും 6 മണിക്കും മധ്യേ ഞാൻ മരിക്കും. വന്ധ്യനായ പിതാവേ, വാത്സല്യനിധിയായ ഉമ്മ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കൊരാശ്വാസവചനവും നിങ്ങളോട് പറയുവാനില്ല. ഞാൻ നിങ്ങളെ വിട്ടുപിരിയുന്നു. എന്നെപ്പറ്റി ദുഃഖിക്കരുത്. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാൻ ഇടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല, അഭിമാനിക്കുക തന്നെ ചെയ്യും. ഞാൻ നിർത്തട്ടെ. ഓക്കെ, അപ്പോൾ വാത്സല്യ മകൻ മുഹമ്മദ് അബ്ദുൾ ഖാദർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുന്നേ വീട്ടിലേക്ക് അയച്ചിട്ടുള്ള കത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകം വ്യക്തികളിൽ ഒരാളായ കേരളീയനായിട്ടുള്ള വക്കം അബ്ദുൾ ഖാദറിൻ്റെ ധൈര്യവും ദേശാഭിമാനവുമാണ് അല്ലേ നമുക്ക് ഈ കത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സായുധ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടാനുള്ള INA ശ്രമങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? അടിച്ചമർത്തുകയും ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഓരോ സമരവും അതിൻ്റെ സമര രീതിയും എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാം. അടുത്തത് മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ വാദവും. സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച കാര്യം നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടന്നു. 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി എന്ത് ചെയ്യണം? പാകിസ്ഥാൻ എന്ന് പറയുന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിനും നൽകണമെന്നും മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി. അപ്പോൾ ഇവിടെ മുഹമ്മദ് അലി ജിന്നയുടെ പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കാം. മുഹമ്മദ് അലി ജിന്ന എന്താണ് അഭിപ്രായപ്പെട്ടത്? അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്നും മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പുതിയ വൈസ്രോയിയായി നിയമിതനായ മൗണ്ട് ബാറ്റൺ പ്രഭു കോൺഗ്രസിൻ്റെയും സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളുമായി ദീർഘമായ ചർച്ച നടത്തുകയും ഒത്തുതീർപ്പ് പദ്ധതികൾ തീരുമാനിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന തീരുമാനം മൗണ്ട് ബാറ്റൺ പ്രഭു പ്രഖ്യാപിച്ചു. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന സമരമായിരുന്നു. വിവിധ വിഭാഗം ജനങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒന്നിച്ചണിനിരത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. സത്യം, അഹിംസ എന്നിവയിലൂന്നിയ സഹന സമരങ്ങളിലൂടെ വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിന് സാധിച്ചു. അപ്പോൾ ഇനി അടുത്തത് സ്വാതന്ത്ര്യ പുലരിയിലേക്ക്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. എന്ത്? വർഷങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇത് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ആ നിമിഷം ഇതാ സമാഗമമാകുന്നു. ഈ നിമിഷം ചരിത്രത്തിൽ അപൂർവമാണ്. പഴമയിൽ നിന്ന് നമ്മൾ പുതുലോകത്തിലേക്ക് വരുന്നു. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായിട്ട് ആരധികാരമേറ്റു? ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു. ഇതും സ്ഥിരം ചോദിക്കുന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1947 ഓഗസ്റ്റ് 15 അദ്ദേഹം അധികാരമേൽക്കുന്നത് എന്നുള്ളത്
ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നത്. ഓക്കെ,